അങ്ങനെയല്ല, എല്ലാ വർഷവും അല്ല, എല്ലാ ഇലക്ഷൻ വരുന്ന സമയത്തും ചില സമയത്ത് നമുക്ക് ഇലക്ഷൻ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കെങ്കിലും നിൽക്കുക, ഒന്ന് കൈ പൊക്കുക എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എപ്പോഴും ഒരു സാധാരണ ലൈഫ് മെമ്പറായിട്ട് തന്നെ ഇരിക്കാനായിരുന്നു ഇഷ്ടം. ഇത്തവണ എന്തോ മത്സരിക്കാൻ തോന്നി, അപ്പം അങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. മാറ്റങ്ങൾ അമ്മയിൽ വരണമെന്ന് തോന്നുന്നുണ്ടോ ലക്ഷ്മിക്ക്? അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളായിട്ട് ഈ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ പുറത്ത് സാധാരണ പ്രേക്ഷകർ വിചാരിക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഉള്ളിലില്ല. ആകെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 506 അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഒരു സംഘടനയാണ് ഞങ്ങളുടേത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതിലുള്ള അംഗങ്ങളെല്ലാവരും കുറച്ച് കൂടുതൽ പ്രശസ്തരായതുകൊണ്ട് ഇതിന് ഒരുപാട് മീഡിയ അറ്റൻഷനും കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഇപ്പം അമ്മ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ പോലെ തന്നെ ഇത് തികച്ചും അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണ്. സീനിയേഴ്സ് ഉണ്ടല്ലോ, ശ്വേത ചേച്ചി സീനിയറാണ്, കുക്കു ചേച്ചി സീനിയറാണ്, രവീന്ദ്രൻ ചേട്ടൻ സീനിയറാണ്, പിന്നെ കാലടി പിന്നെ ജയൻ ചേർത്തല ചേട്ടൻ സീനിയറാണ്. സീനിയേഴ്സ് ഉണ്ടല്ലോ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത മത്സരിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടല്ലേ? പക്ഷെ ഞാനെങ്ങനെ പിന്നെ വനിത ജെൻഡർ ഇക്വാലിറ്റി വേണം എല്ലായിടത്തും നമ്മൾ ഈ പറയുന്നത് വേണ്ട. അവിടെ ഒരു വനിത അല്ലെങ്കിൽ എന്താ പറയുക, അമ്മ എന്ന സംഘടനയ്ക്ക് പേരുള്ളത് കൊണ്ട് ഒരു വനിത സ്ഥാനാർത്ഥിയാവണം അങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല. കഴിവുള്ളവർ വരണം, അത് ആണായാലും പെണ്ണായാലും കഴിവുണ്ടെങ്കിൽ വരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം.